الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فعن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا مررتم برياض الجنة فارتعوا റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ സ്വർഗീയ പൂന്തോപ്പിനരികിലൂടെ കടന്നു പോകുമ്പോൾ, അതിൻ്റെ അടുത്തുകൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ അതിൽ കയറി നിങ്ങൾ മേനുകൊള്ളുക, അഥവാ അവിടെയുള്ളതെല്ലാം കഴിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. സ്വഹാബികൾ ചോദിച്ചു, വമാ റിയാദുൽ ജന്ന, റസൂലെ എന്താണ് സ്വർഗീയ പൂന്തോപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്, എന്താണ് അതിൻ്റെ ഉദ്ദേശം, എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹിലഖുൽ ദിക്ർ, ദിക്റിൻ്റെ സദസ്സുകളാകുന്നു അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സദസ്സുകൾ, അള്ളാഹുവെക്കുറിച്ച് ഓർക്കുന്ന സദസ്സുകൾ, അത്തരത്തിലുള്ള സദസ്സുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചിരിക്കുന്നത് ഒരു സ്വർഗീയ പൂന്തോപ്പിനോടാണ്. നാം ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കും, നമുക്ക് സമാധാനവും കുളിർമയും ലഭിക്കും. അതുപോലെയാണ് ഇൽമിൻ്റെ സദസ്സുകൾ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന് സമാധാനവും ഹൃദയങ്ങൾക്ക് ശാന്തിയും അടക്കവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, من غدا إلى المسجد لا يريد إلا أن يتعلم خيرا أو يعلمه. ഒരു വ്യക്തി അവൻ പള്ളികളിലേക്ക് നടന്നു പോവുകയാണ്, അല്ലെങ്കിൽ പള്ളിയിലേക്ക് അവൻ പോവുകയാണ്, അവൻ്റെ ഉദ്ദേശം ഇൽമു പഠിക്കുവാനോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്കത് പഠിപ്പിച്ചു കൊടുക്കുവാനോ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു വ്യക്തി പള്ളിയിലേക്ക് പോകുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, كان له كأجر حاج تاما حجته, അവന് പരിപൂർണമായ ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പള്ളികളിലേക്ക് ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് പള്ളികളിൽ നടക്കുന്ന ക്ലാസുകൾ, അത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു നിയ്യത്ത് കൂടി നാം കരുതി വെക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പക്കൽ ധാരാളം പ്രതിഫലങ്ങൾ അതുവഴി നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിൽ സൂചിപ്പിച്ചു വന്നത് അൽ അസ്ബാബു വൽ അഅമാൽ അല്ലതി യുദാഅഫു ബിഹ സവാബ്, അല്ലാഹുവിന്റെ പക്കൽ നന്മകൾക്ക് ഇരട്ടികളായി പ്രതിഫലം ലഭിക്കാനുള്ള കാരണങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് നാം സൂചിപ്പിച്ചു വന്നത്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അൽ ഇഖ്ലാസു വൽ മുതാബഅ, അല്ലാഹുവിലുള്ള ഇഖ്ലാസും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും, ഇത് രണ്ടും മുറുകെ പിടിക്കുന്നതിനനുസരിച്ച് ഒരു വ്യക്തിക്ക് അവൻ്റെ പ്രവർത്തനത്തിലുള്ള പ്രതിഫലങ്ങൾ ഇരട്ടികളായി ലഭിക്കുന്നതാണ്. ഒരു നന്മയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ 10 ഇരട്ടിയേക്കാൾ അധികമായി അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും എണ്ണമറ്റ പ്രതിഫലങ്ങൾ അള്ളാഹു രേഖപ്പെടുത്താൻ ചില കാരണങ്ങൾ, ചില മാർഗങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അവസാനമായി നാം പറഞ്ഞത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വൽ ഖലീലു മിനൽ അമലി മഅൽ ഇഖ്ലാസിൽ കാമിൽ യർജഹു ബിൽ കസീരി അല്ലദി ലം യസിൽ ഇലാ മർതബതിഹി ഫി ഖുവ്വത്തിൽ ഇഖ്ലാസ്. നാം പരിപൂർണമായ ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന കുറച്ച് അമലുകളാണ് ആ ഇഖ്ലാസിന്റെ പദവിയിലേക്ക്, പൂർണ്ണമായ ഇഖ്ലാസിന്റെ പദവിയിലേക്ക് എത്താത്ത ധാരാളം അമലുകൾ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നാം ചെയ്യുന്ന ബാഹ്യമായ പ്രവർത്തനങ്ങളുണ്ട്, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, അതേപോലെ സദഖയുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അള്ളാഹുവിന്റെ പക്കൽ ഒരേ പ്രതിഫലമല്ല അള്ളാഹു രേഖപ്പെടുത്തുന്നത്. ഓരോ ആളുകൾക്കും വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങളാണ്. അതിന്റെ കാരണം എന്താണ്? അദ്ദേഹം പറയുന്നു, മാ യഖൂമു ബിൽ ഖുലൂബി മിനൽ ഈമാനി വൽ ഇഖ്ലാസ്, ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലുള്ള അവന്റെ ഈമാനും ഇഖ്ലാസുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അവന്റെ ഈമാനും ഇഖ്ലാസും എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അല്ലാഹു പ്രതിഫലം രേഖപ്പെടുത്തുന്നത്.
എന്തിനധികം നാം പറഞ്ഞിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിന്റെ കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ വരെ ജനങ്ങൾക്കിടയിൽ ഏറ്റ വ്യത്യാസമുണ്ട്. തൗഹീദുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ, അവരിൽ ചില ആളുകൾ അവരുടെ തിന്മകൾ, അവരുടെ പാപങ്ങൾ കാരണമായി അവർ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ. എന്നാൽ അത്തരത്തിലുള്ള ധാരാളം തിന്മകൾ ചെയ്ത തൗഹീദുള്ള ഒരു വ്യക്തിയുടെ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, നാളെ ഖിയാമത്ത് നാളിൽ പരലോകത്ത് ഒരു വ്യക്തിയെ കൊണ്ടുവരപ്പെടും. അങ്ങനെ ഫയുൻശറു അലൈഹി 99 സിജില്ല, അവന്റെ തിന്മകളുടെ, അവൻ ചെയ്ത പാപത്തിന്റെ ഏടുകൾ 99 ഏടുകൾ അവന്റെ മുൻപിൽ ഹാജരാക്കപ്പെടും. കുല്ലു സിജില്ലിൻ മിസ്ലു മദ്ദിൽ ബസർ, ആ ഓരോ ഏടുകളും അവന്റെ കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന വിശാലമാണ്. അത്രത്തോളം തിന്മകൾ ചെയ്ത ഒരു വ്യക്തിയെ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടും. എന്നിട്ട് അള്ളാഹു അവനോട് ചോദിക്കുകയാണ്, അതുൻകിറു മിൻ ഹാദാ ശൈഅ, നീ ചെയ്തിട്ടുള്ള ഈ തിന്മകളിൽ ഏതെങ്കിലും ഒന്ന് നീ നിഷേധിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ അവലമക കതബതി അൽ ഹാഫിദൂൻ, എൻ്റെ എഴുത്തുകാരായ മലക്കുകൾ നിന്നോട് ദുൽമ ചെയ്തിട്ടുണ്ടോ? ഈ സമയത്ത് ആ വ്യക്തി പറയും, ലാ യാ റബ്ബ്, ഇല്ല, ഒരിക്കലുമില്ല, ഇതെല്ലാം ഞാൻ ചെയ്ത തെറ്റുകൾ തന്നെയാണ്, നിന്റെ മലക്കുകൾ എന്നോട് ദുൽമ ചെയ്തിട്ടില്ല. ഈ സമയത്ത് അള്ളാഹു ചോദിക്കും, അഫലക ഉസ്റുൻ, നിന്റെ അടുത്ത് വല്ല ന്യായങ്ങളും വല്ല കാരണങ്ങളും ഉണ്ടോ? ആ വ്യക്തി പറയും, ലാ യാ റബ്ബ്, എൻ്റെ അടുക്കൽ ഒരു ന്യായവും കാരണവുമില്ല. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് പറയുകയാണ്, ഇന്ന ലക ഇൻദനാ ഹസന, എന്നാൽ നിന്റെ ഒരു നന്മ എൻ്റെ പക്കലുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാർഡ്, ഒരു ചെറിയൊരു പേപ്പർ കൊണ്ടുവരപ്പെടുകയാണ്. അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന അവന്റെ നന്മയാണ് ആ കാർഡിൽ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് അവനോട് പറയുകയാണ്, അവിടെയുള്ള മലക്കുകളോട് പറയുകയാണ്, ഈ നന്മയുടെ ഈ ഒരു കാർഡും അതുപോലെ അവന്റെ തിന്മകളുടെ 99 ഏടുകളും അത് നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ വെച്ച് തൂക്കുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ്. ഈ സമയത്ത് ആ വ്യക്തി ചോദിക്കുന്നുണ്ട്, അള്ളാഹുവെ, കണ്ടെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന ആ 99 തിന്മകളുടെ ഏടുകളുമായി എങ്ങനെയാണ് ഈ ഒരു ചെറിയ പേപ്പർ, ഈ ചെറിയൊരു കാർഡ്, അതെങ്ങനെയാണ് അതിനെ കവച്ചു വെക്കുക? അങ്ങനെ നന്മ തിന്മകളുടെ തുലാസിൽ അത് വെക്കുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തുലാസ് അത് ഭാരം തൂങ്ങുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നോക്കൂ, ഈ വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ വ്യക്തിയാണ്, പക്ഷെ അദ്ദേഹം നരകത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ പല ആളുകളും നരകത്തിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരും ഇയാളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായ ഈമാനും സിദ്ഖും അത് കാരണമായി അദ്ദേഹത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ പോലും അതിന്റെ പ്രതിഫലനം നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതാണ് പണ്ഡിതന്മാർ ഇപ്രകാരം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഒരു വ്യക്തി അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അവന്റെ ഹൃദയത്തിലുള്ള ഈമാൻ, അവന്റെ ഹൃദയത്തിലുള്ള സിദ്ഖ്, അതിനനുസരിച്ച് അതിന്റെ ഭാരം, അതിന്റെ കനം അത് തൂങ്ങുന്നതാണ് എന്ന് ഇത്തരത്തിലുള്ള ഹദീസുകൾ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചതുപോലെ നാം എല്ലാവരും മഗ്രിബ് നമസ്കരിച്ചു. എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല അള്ളാഹു രേഖപ്പെടുത്തുന്നത്. ചില ആളുകൾക്ക് 10-1 പ്രതിഫലമാണ്, ചില ആളുകൾക്ക് 9-1 പ്രതിഫലമാണ്, ചില ആളുകൾക്ക് 8-1, അങ്ങനെ ചില ആളുകൾക്ക് തീരെ പ്രതിഫലങ്ങൾ ലഭിക്കാത്തവരുണ്ട്. എങ്ങനെയാണ് ഈ പ്രതിഫലത്തിലുള്ള ഏറ്റ വ്യത്യാസം വന്നത്? അവരെല്ലാവരും ഒരേ സൂറത്താണ് ഓതിയത്, ഒരേ ഇമാമിന്റെ പിറകിലാണ് നമസ്കരിച്ചത്. റുകൂഉം സുജൂദും റക്അത്തുകളുടെ എണ്ണവും എല്ലാം ഒരുപോലെയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് പ്രതിഫലത്തിൽ മാറ്റം വന്നത്? അവരുടെ ഇഖ്ലാസും അവരുടെ നിസ്കാരത്തിലുള്ള ഖുശൂഉം റസൂലിന്റെ സുന്നത്തിനോടുള്ള കൂറും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള പ്രതിഫലത്തിൽ അതിൽ മാറ്റം വരുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ബലികർമ്മത്തെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ബലിയറുക്കുന്ന സമയത്ത് ആ ബലിമൃഗത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ ഒന്നും അല്ലാഹുവിലേക്ക് ചെന്നെത്തുന്നില്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലുള്ള തഖ്വയാണ്. നിങ്ങൾ അത് നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള തഖ്വയും ഇഖ്ലാസും അതാണ് അല്ലാഹുവിലേക്ക് എത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി
നിങ്ങൾ എൻ്റെ സഹാബത്തിനെ ചീത്ത പറയാൻ പാടില്ല, സഹാബത്തിനെ അധിക്ഷേപിക്കാൻ പാടില്ല. എന്നിട്ട് പറയുകയാണ് ഫലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ, നിങ്ങളിൽ ഒരാൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, സഹാബത്ത് ചെലവഴിച്ച ഒരു മുദ്ദിനോളം, അതല്ലെങ്കിൽ അവർ ചെലവഴിച്ച ഒരു മുദ്ദിന്റെ പകുതിയോളം അതെത്തുകയില്ല. ഒരു മുദ്ദ് എന്ന് പറയുന്നത് 2 കൈകൾ കൊണ്ട് വാരിയെടുക്കുന്ന അളവ്, അതിനാണ് ഒരു മുദ്ദ് എന്ന് പറയുക. നാം ഒരു ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും സഹാബത്ത് ചെലവഴിച്ച ഒരു മുദ്ദിനോളം, അതിന്റെ പകുതിയോളം അതെത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? എന്താണ്? സഹാബത്തിന്റെ ഹൃദയത്തിലുള്ള ഈമാൻ. അവർ സദഖ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഈമാനും സിദ്ഖും ഇഖ്ലാസും ഒക്കെയാണ് അവരുടെ നന്മകൾക്കുള്ള പ്രതിഫലങ്ങൾ ഇരട്ടികളായി അള്ളാഹു രേഖപ്പെടുത്താനുള്ള കാരണമെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നതിൽ പോലും ജനങ്ങൾക്കിടയിൽ ഇഖ്ലാസിന്റെ വിഷയത്തിൽ, സിദ്ഖിന്റെ വിഷയത്തിൽ ഏറ്റ വ്യത്യാസമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഇഖ്ലാസോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ സിദ്ഖോടുകൂടി അത് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾ അവർ ആ ഇഖ്ലാസിനെ ബാധിക്കുന്ന, ആ ഇഖ്ലാസ് പൂർണ്ണമാകാത്ത രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ജനങ്ങളിൽ ചില വിഭാഗം ആളുകളുണ്ട്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയുകയാണ്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നേരെ ഘടകവിരുദ്ധമായ കുഫറും നിഫാഖും ഉള്ളിൽ വെച്ചുകൊണ്ട് പുറമേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളുണ്ട്. അവരെയാണ് മുനാഫിഖുകൾ എന്ന് നാം വിളിക്കാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇദാ ജാഅകൽ മുനാഫിഖൂൻ, റസൂലിനോട് പറയുകയാണ്, റസൂലേ താങ്കളുടെ അടുക്കൽ മുനാഫിഖീങ്ങളായ ആളുകൾ താങ്കളുടെ അടുക്കൽ വന്ന് അവർ പറയും, നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് മുനാഫിഖുകളായ ആളുകൾ റസൂലിന്റെ മുൻപിൽ വന്ന് അവർ സാക്ഷ്യം വഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ സാക്ഷ്യത്തെ പറ്റി എന്താണ് പറഞ്ഞത്? വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, മുനാഫിഖീങ്ങൾ അവർ കള്ളം പറയുന്നവരാണ്, അവർ അവരുടെ സാക്ഷ്യത്തിൽ കള്ളം പറയുന്ന ആളുകളാണ് എന്ന് അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മുനാഫിഖീങ്ങൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. അവർക്ക് സിദ്ഖില്ലായിരുന്നു. എന്താണ് സിദ്ഖ് എന്ന് പറഞ്ഞാൽ? നാം പറയും സത്യസന്ധത എന്ന് അർത്ഥം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹൃദയത്തിലുള്ളതും നമ്മൾ നാവ് കൊണ്ട് പറയുന്നതും രണ്ടും ഒന്നായിരിക്കണം. അതിനാണ് സിദ്ഖ് എന്ന് പറയുന്നത്. പക്ഷെ മുനാഫിഖുകളുടെ അവസ്ഥ അങ്ങനെയല്ല. അവർ നാവ് കൊണ്ട് പറയുന്നതൊന്ന്, അവരുടെ ഹൃദയത്തിൽ അവർ മറച്ചു വെച്ചിരിക്കുന്നത് അത് മറ്റൊന്നാണ്. അവർക്ക് സിദ്ഖില്ല. അതുകൊണ്ട് മുനാഫിഖീങ്ങളെയും മുഅ്മിനീങ്ങളെയും വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ അടയാളമാണ് സിദ്ഖ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖീങ്ങളെ കുറിച്ച് പറഞ്ഞു, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ജനങ്ങളിൽ ചില ആളുകളുണ്ട് അവർ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയുന്നുണ്ട്. പക്ഷേ വമാ ഹും ബിമുഅ്മിനീൻ, യഥാർത്ഥത്തിൽ അവർ മുഅ്മിനീങ്ങളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞതായി കാണാം. മുനാഫിഖീങ്ങളെ കുറിച്ച് അല്ലാഹു മറ്റൊരായത്തിൽ പറഞ്ഞു, യഖൂലൂന ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരവരുടെ നാവ് കൊണ്ട് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മുനാഫിഖീങ്ങൾ അവർക്ക് സിദ്ഖില്ല, പക്ഷെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. അവർ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹും മുഅ്മിനീങ്ങൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹും അത് രണ്ടും വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? അവരുടെ ഹൃദയത്തിൽ സിദ്ഖ് എന്ന് പറയുന്ന വിശേഷണം, ആ ഗുണം അവരിൽ ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ ചെയ്യുക എന്നതിൽ മാത്രമല്ല കാര്യം, മറിച്ച് നാം ചെയ്യുന്ന ഇബാദത്തുകൾ അത് വളരെ കുറച്ചാണെങ്കിലും അത് ഇഖ്ലാസോടുകൂടി, അത് റസൂലിന്റെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഈമാനും സിദ്ഖുമൊക്കെ നിറച്ചുകൊണ്ട് നാം അത് നിർവഹിക്കുക എന്നതിലാണ് കാര്യം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവർ ആയത്തിന്റെ വിശദീകരണമായി പറഞ്ഞതായി കാണാം. സൂറത്തു മുൽക്കിലെ 2-ാമത്തെ വചനം അല്ലാഹു പറയുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹു പറയുകയാണ്, അല്ലാഹു അവൻ എങ്ങനെയുള്ളവനാണ്? മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ. എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നത്, ഏറ്റവും നല്ല രൂപത്തിൽ അമലുകൾ ചെയ്യുന്നവരാരാണ്
എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞത് എന്താണ്? അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല അമൽ, ഏറ്റവും നല്ല രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നവർ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതല്ലാതെ അയ്യുക്കും അക്സറു അമല, ഏറ്റവും ധാരാളം അമലുകൾ ചെയ്യുന്നവർ എന്നല്ല പറഞ്ഞത്, ഏറ്റവും നല്ല അമലുകൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഊസീക യാ മുആദ്, മുആദേ നിന്നോട് ഞാൻ വസിയ്യത്ത് നൽകുന്നു. എന്താണ് വസിയ്യത്ത്? ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ തഖൂൽ, നമസ്കാരത്തിന്റെ അവസാനത്തിൽ അഥവാ സലാം വീട്ടുന്നതിന് മുൻപ് നീ ഈ പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഏതാണ് പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുവേ നിന്നെ ദിക്ർ ചെയ്യുവാൻ, നിന്നെ സ്മരിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. അതുപോലെ വശുക്രിക, നിന്നെ ശുക്ർ ചെയ്യുവാൻ, നിനക്ക് നന്ദി കാണിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. അതുപോലെ വഹുസ്നി ഇബാദതിക, നിന്നെ ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണമേ. ഇവിടെയും അള്ളാഹു പറഞ്ഞത് എന്താണ്? ഏറ്റവും നല്ല രൂപത്തിലുള്ള ഇബാദത്താണ്. അതല്ലാതെ ധാരാളമായ ഇബാദത്ത് ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്നല്ല പറഞ്ഞത്. മറിച്ച് ഇബാദത്തുകൾ ഏറ്റവും ഉത്തമമായ നിലയിൽ, നല്ല നിലയിൽ അത് നിർവഹിക്കുവാൻ, അത് കാഴ്ചവെക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥനയായി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാ അടുത്തതായി സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നാം പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിലുള്ള ഇഖ്ലാസ്, അതിനനുസരിച്ച് നമുക്കുള്ള പ്രതിഫലത്തിൽ ഏറ്റ വ്യത്യാസം വരുന്നതാണ്. എന്നിട്ട് ശൈഖ് പറയുകയാണ്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളുണ്ടാകും. അത് നാം അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നാം ഒഴിവാക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് നാം അത് ഒഴിവാക്കുകയാണെങ്കിൽ അതും ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നാം ഒരു കാര്യം ഒഴിവാക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാം ഒരു കാര്യം ഒഴിവാക്കിയാൽ അതും നമ്മുടെ സൽക്കർമ്മത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അത്തർക്കു യുഅദ്ദു അമല, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കുക എന്നത് അതൊരു കർമ്മമാണ്, അതൊരു സൽക്കർമ്മമായി അള്ളാഹു പരിഗണിക്കുന്നതാണ്. പല ആളുകളും അവർ ഹറാം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഹറാമ് ചെയ്താൽ എൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാകും, ഞാൻ വീടി വലിച്ചാൽ, മദ്യപിച്ചാൽ എൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞ് ഹറാമുകൾ ഒഴിവാക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഹറാമ് ചെയ്താൽ നാട്ടിൽ അപമാനിക്കപ്പെടും, അതല്ലെങ്കിൽ നാട്ടിലുള്ള ശിക്ഷകൾ അത് അനുഭവിക്കേണ്ടി വരും എന്ന കാരണത്താൽ ഹറാം ഒഴിവാക്കുന്നവരുണ്ട്. അവർക്ക് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാം, പക്ഷേ ആ ഹറാം ഒഴിവാക്കിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തപ്പെടുകയില്ല. അതുപോലെ അത് ഒഴിവാക്കി എന്നതുകൊണ്ട് അതൊരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഹറാം ഒഴിവാക്കുന്നത്, മദ്യപാനവും ചൂതാട്ടവും അതുപോലെയുള്ള ഹറാമുകളൊക്കെ ഒഴിവാക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അത് നിന്റെ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അത് എണ്ണുന്നതാണ്, അത് എണ്ണപ്പെടുന്നതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അതിനുള്ള തെളിവായി ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഒരു സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സംഭവം. റസൂലുള്ളാഹി പറഞ്ഞു, 3 ആളുകൾ അവരൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ ശക്തമായ മഴയും കാറ്റുമൊക്കെ വന്നു. അങ്ങനെ ആ 3 ആളുകൾ അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കുകയാണ്. ആ മഴയിൽ നിന്ന്, കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരൊരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ ഇരിക്കെ ആ ഗുഹയുടെ ഗുഹാമുഖത്തേക്ക് ഒരു വലിയ പാറക്കഷ്ണം വന്ന് ആ ഗുഹയുടെ മുഖം, ആ ഗുഹയുടെ കവാടം അത് അടയുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ അവരോരോരുത്തരും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, ഉൻദുറു അഅമാലൻ അമിൽതുമൂഹ സാലിഹതൻ ലില്ലാഹ്, നിങ്ങളെല്ലാവരും നമുക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? നാം ഓരോരുത്തരും അള്ളാഹുവിന് വേണ്ടി ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നാം ചോദിച്ചു കൊള്ളുക. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കുക. മറ്റൊരു റിവായത്തിൽ കാണാം, ഖാലിസതൻ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം. അങ്ങനെ ആ 3 ആളുകൾ അവർ അള്ളാഹുവിനോട് അവർ ചെയ്ത അമലുകൾ മുൻനിർത്തി ചോദിക്കുകയാണ്. ഒന്നാമത്തെ വ്യക്തി, അദ്ദേഹം ചെയ്ത സൽക്കർമ്മം എന്താണ്? അദ്ദേഹം തൻ്റെ മാതാപിതാക്കളോട് അങ്ങേയറ്റം നന്മ ചെയ്തിരുന്ന, പുണ്യം ചെയ്തിരുന്ന വ്യക്തിയാണ്. തൻ്റെ മക്കളെക്കാൾ അദ്ദേഹം മുന്തിച്ചിരുന്നത് തൻ്റെ മാതാപിതാക്കളെയാണ്. മക്കളെക്കാളും അദ്ദേഹം മുന്തിച്ചത് തൻ്റെ മാതാപിതാക്കളെയാണ്. അങ്ങനെ ആ ഒരു പുണ്യം, ആ ഒരു സൽക്കർമ്മം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഫഇൻ കുൻത തഅലമു അന്നി ഫഅൽതുഹു ഇബ്തിഗാഅ വജ്ഹിക്, അള്ളാഹുവേ നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ആ സൽക്കർമ്മം ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം
മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ പാറയുടെ അല്പം ചില ഭാഗങ്ങൾ അത് നീങ്ങുകയുണ്ടായി. അങ്ങനെ അവർക്ക് ആകാശം കാണാൻ സാധിച്ചു. ഇനി രണ്ടാമത്തെ വ്യക്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ വ്യക്തി ചെയ്ത നന്മ എന്താണ്? ആ വ്യക്തിയുടെ മൂത്താപ്പയുടെ അല്ലെങ്കിൽ എളാപ്പയുടെ മകളുമായി അങ്ങേയറ്റത്തെ പ്രണയമുണ്ടായിരുന്നു, അങ്ങേയറ്റത്തെ ഇഷ്ടവും അടുപ്പവും ഉണ്ടായിരുന്നു. അങ്ങനെ അവളുമായി വ്യഭിചരിക്കാനുള്ള സാഹചര്യവും സന്ദർഭവുമെല്ലാം ആ വ്യക്തിക്ക് ഒരുമിച്ച് കിട്ടുകയും അങ്ങനെ അതിനുള്ള അവസരങ്ങളെല്ലാം വരികയും അതിന് തുനിയാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീ പറഞ്ഞു, ഇത്തഖില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഈ സന്ദർഭത്തിൽ ആ യുവാവ് അതിൽ നിന്ന് പിന്മാറുകയാണ്. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയ കാര്യം അദ്ദേഹം ഒഴിവാക്കുകയാണ്. ഈ സൽക്കർമ്മം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ പാറയുടെ അല്പം ചില ഭാഗങ്ങൾ കൂടി അവിടെ നിന്ന് നീങ്ങുകയുണ്ടായി. മൂന്നാമത്തെ വ്യക്തി അദ്ദേഹം ചെയ്ത പ്രവർത്തനം എന്താണ്? അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ജോലിക്കാർ, ആ ജോലിക്കാർക്ക് നൽകുന്ന വേതനം, അവരുടെ കൂലി, അതിൽ അദ്ദേഹം ചെറിയ വീഴ്ച വരുത്തുകയുണ്ടായി. അങ്ങനെ പിന്നീട് അദ്ദേഹം അതിന്റെ പ്രായശ്ചിത്തമെന്നോണം അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം അവർക്ക് വേണ്ടി നൽകുകയുണ്ടായി. ഇതും അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനമാണ്. അത് മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ പാറ മുഴുവനായി നീങ്ങുകയും അവരവിടെ നിന്ന് രക്ഷപ്പെടുകയും ഉണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സംഭവം മുൻനിർത്തിക്കൊണ്ടാണ് പണ്ഡിതന്മാർ തെളിവ് പറയുന്നത്. ഈ മൂന്ന് വ്യക്തികളും അവർ ചെയ്ത പ്രവർത്തനം എന്താണ്? അവർ അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം ഒഴിവാക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കളുടെ സ്നേഹം ഒഴിവാക്കി മാതാപിതാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. അതുപോലെ തന്റെ ദേഹേച്ഛ ഒഴിവാക്കി അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി ആ യുവാവ് അവിടെ അത് ഒഴിവാക്കുകയാണ്. ആ ഹറാമ് വ്യഭിചാരത്തിൽ ഇത് മാറി നിൽക്കുകയാണ്. മൂന്നാമത്തെ വ്യക്തി തന്റെ സമ്പത്തിനോടുള്ള ഇഷ്ടം, അങ്ങേയറ്റത്തെ ഭ്രമം അത് ഒഴിവാക്കിക്കൊണ്ട് അത് അവർക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി അത് ഒഴിവാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവർ പല കാര്യങ്ങളും ഒഴിവാക്കുകയാണ്. ഈ പ്രവർത്തനം മുൻനിർത്തിക്കൊണ്ടാണ് അവർ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ഈ ഹദീസിൽ നിന്നാണ് പണ്ഡിതന്മാർ തെളിവ് പറയുന്നത്, അള്ളാഹുവിന് വേണ്ടിയാണ് നാം ഒരു കാര്യം ഒഴിവാക്കുന്നതെങ്കിൽ അതും സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ ഹറാം ഒഴിവാക്കുക, അത് ഉപേക്ഷിക്കുക എന്നത് അങ്ങേയറ്റം പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിൽ അള്ളാഹു പറയുകയാണ്, എഴുത്തുകാരായ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകളോട് അള്ളാഹു പറയുകയാണ്, ഇദാ അറാദ അബ്ദി അൻ യഅമല സയ്യിഅതൻ ഫലാ തക്തുബൂഹാ അലൈഹി ഹത്താ യഅമലഹാ. അള്ളാഹു എഴുത്തുകാരായ മലക്കുകളോട് പറയുകയാണ്, എന്റെ ഒരു അടിമ അവനൊരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവനത് ചെയ്യുന്നത് വരെ നിങ്ങൾ അത് രേഖപ്പെടുത്താൻ പാടില്ല. ഇനി ഫഇൻ അമിലഹാ ഫക്തുബൂഹാ ബിമിസ്ലിഹാ, ഇനി അവൻ ആ തിന്മ ചെയ്തു എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ആ തിന്മക്ക് തുല്യമായ ഒരു തിന്മ അവന് രേഖപ്പെടുത്തി വെക്കുക. വഇൻ തറകഹാ മിൻ അജ്ലി, എന്നാൽ അവൻ ആ തിന്മ ചെയ്യാതെ എനിക്ക് വേണ്ടി എന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ആ തിന്മ അവൻ ഒഴിവാക്കിയതെങ്കിൽ ഫക്തുബൂഹാ ലഹു ഹസനതൻ, നിങ്ങൾ അവന് ഒരു നന്മ രേഖപ്പെടുത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുത്തുകാരായ മലക്കുകളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നന്മകൾക്ക് പ്രതിഫലങ്ങൾ ഇരട്ടികളായി ലഭിക്കുന്ന ഒന്നാമത്തെ കാരണമാണ് അൽ ഇഖ്ലാസ് വൽ മുതാബഅ. അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക, റസൂലിന്റെ സുന്നത്ത് അതനുസരിച്ച് ചെയ്യുക. ഇഖ്ലാസ് നഷ്ടപ്പെടുമ്പോൾ അവിടെ കടന്നു വരുന്നത് ശിർക്കാണ്. മുതാബഅത്ത്, റസൂലിനോടുള്ള അനുധാവനം, റസൂലിനോടുള്ള ഇത്തിബാ, അത് നഷ്ടപ്പെടുമ്പോൾ അവിടെ കടന്നു വരുന്നത് ബിദ്അത്തുകളാണ്. ഇത് രണ്ടും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. ഇഖ്ലാസോടുകൂടി റസൂലിന്റെ സുന്നത്തിൽ അധിഷ്ഠിതമായി നാം കർമ്മങ്ങൾ നിർവഹിക്കുക. ആ ഇഖ്ലാസിനെ തകർത്ത് കളയുന്ന റിയാ, ശിർക്ക്, ഇതൊന്നും നമ്മിലേക്ക് കടന്നു വരാൻ പാടില്ല. വളരെയധികം സൂക്ഷ്മതയോടെ നാം കൈകാര്യം ചെയ്യേണ്ട, നാം പഠിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട മേഖലയാണ് ഇതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ശൈഖ് അടുത്തതായി പറയുന്നു, വമിൻ അസ്ബാബിൽ മുദാഅഫ, പ്രതിഫലങ്ങൾ ഇരട്ടികളായി ലഭിക്കുന്ന അടുത്ത കാരണം എന്താണ്? വഹുവ അസ്ലുൻ വഅസാസുൻ ലിമാ തഖദ്ദം. നാം മുമ്പ് പറഞ്ഞ അതിന്റെയൊക്കെ അടിത്തറ ഇതാണ്. ഏതാണ്? സിഹ്ഹത്തുൽ അഖീദതി വഖുവ്വത്തുൽ ഈമാനി ബില്ലാഹ്, ശരിയായ വിശ്വാസം, അതുപോലെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ ഈമാൻ. ഇതാണ് അടിത്തറ. ഇതിന്മേലാണ് ദീൻ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു ഉപമ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, അലം തറ
കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ. അല്ലാഹു നല്ല ഒരു വചനം, അതിനൊരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ഒരു കലിമത്തുൻ ത്വയ്യിബ, നല്ല വചനത്തിലുള്ള ഒരു ഉപമ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. ഏതാണ് കലിമത്തുൻ ത്വയ്യിബ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അഥവാ തൗഹീദിന്റെ ഒരു ഉപമയായി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു ഉപമയായി അല്ലാഹു പറയുകയാണ്. അതിന്റെ ഉപമ എങ്ങനെയാണ്? കശജറത്തിൻ ത്വയ്യിബത്തിൻ, ഒരു നല്ല മരത്തെ പോലെയാണ്. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ, ആ മരത്തിന്റെ വേരുകൾ അത് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. വഫർഉഹാ ഫിസ്സമാ, ആ മരത്തിന്റെ ശിഖരങ്ങൾ, അതിന്റെ കൊമ്പുകൾ അത് ഉയരത്തിലേക്ക് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിന്റെ ഉപമയായി അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയ ശക്തിയുള്ള വേരുകൾ, ആ വേരുകളാണ് ആ മരത്തെ പിടിച്ചു നിൽക്കുന്നത്. ആ വേര് വലിച്ചെടുക്കുന്ന വെള്ളവും വളവുമാണ് ആ മരത്തിലൂടെ നല്ല കായ്ക്കനികളും ഫലങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ തൗഹീദ്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതുണ്ട്. ആ തൗഹീദുള്ള ഹൃദയത്തിൽ നിന്നാണ് നല്ല കർമ്മങ്ങളും നല്ല പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നത്. അത് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ദീൻ അത് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുകളിലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നമ്മുടെ വിശ്വാസം ശരിയല്ലെങ്കിൽ നാം എത്ര തന്നെ ഇബാദത്തുകൾ അനുഷ്ഠിച്ചാലും അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വമൻ യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലുഹു. ആരെങ്കിലും ഈമാനിനെ തള്ളിക്കളഞ്ഞാൽ, സത്യവിശ്വാസം അത് സ്വീകരിക്കാതെ അതിനെ ഒരാൾ തള്ളിക്കളയുകയാണെങ്കിൽ അവന്റെ അമലുകളെല്ലാം നിഷ്ഫലമാണ്. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നാളെ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസം, നമ്മുടെ അഖീദ അത് ശരിയല്ലെങ്കിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്തതുകൊണ്ട് ഒരു നേട്ടവും അവന് ലഭിക്കാനില്ല എന്നുള്ളതാണ്. നാളെ പരലോകത്ത് ധാരാളം കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിച്ചു വന്ന ആളുകൾ, കാഫിറുകളായ ആളുകൾ, അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ, ആമിലത്തുൻ നാസിബ, അവർ അമലുകൾ ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹു പറയുകയാണ്, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമൽ, അവരുടെ അമലിലേക്ക്, അവർ ചെയ്തു വന്ന അമൽ അതിന്റെ അടുക്കലേക്ക് നാം ചെല്ലും. എന്നിട്ടോ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അതിനെ ചിന്നിച്ചിതറിയ ധൂളികൾ പോലെ നാം അതിനെ ആക്കി തീർക്കുന്നതാണ്. യാതൊരു ഉപകാരവുമില്ലാത്ത, അതിനെക്കൊണ്ട് അവർക്കൊരു നേട്ടവും ലഭിക്കാത്ത രൂപത്തിൽ അള്ളാഹു അതിനെ ആക്കിക്കളയുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് ശരിയായ വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ലാത്ത അമലുകൾ, അത്തരത്തിലുള്ള അമലുകളുടെ ഉപമ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, മസലുൽ ലദീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും കറമാദിൻ ഇസ്തദ്ദത് ബിഹി الرീഹു ഫീ യൗമിൻ ആസിഫ്. അള്ളാഹു പറയുകയാണ്, തങ്ങളുടെ റബ്ബിനെ നിഷേധിച്ച ആളുകൾ, അവരുടെ കർമ്മങ്ങൾ, അതിനെ നമുക്ക് ഉപമിക്കാൻ കഴിയുന്നത് എന്തിനോടാണ്? കൊടുങ്കാറ്റുള്ള ഒരു ദിവസം, ശക്തമായ കൊടുങ്കാറ്റടിക്കുന്ന ഒരു ദിവസം, ആ കാറ്റടിച്ചു പാറിപ്പോയ വെള്ളീറുകളോടാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ലാ യഖ്ദിറൂന മിമ്മാ കസബൂ അലാ ഷൈ, അവർ ഈ ദുനിയാവിൽ പ്രവർത്തിച്ചുണ്ടാക്കിയ ആ കർമ്മങ്ങൾ കൊണ്ട് അവർക്ക് ദുനിയാവിൽ, ആഖിറത്തിൽ യാതൊന്നും അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നതല്ല, അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. ഒരിക്കൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ റസൂലിനോട് ചോദിക്കുകയാണ്, അബ്ദുല്ലാഹി ബിൻ ജുദ്ആൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ജാഹിലിയ കാലത്ത് അദ്ദേഹം നല്ല വ്യക്തിയായിരുന്നു, അഥവാ അദ്ദേഹം ഈമാൻ സ്വീകരിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹം കുടുംബബന്ധം ചേർക്കും, അതുപോലെ മറ്റുള്ള ആളുകളെ, പാവപ്പെട്ട ആളുകൾക്ക് അദ്ദേഹം ഭക്ഷണം നൽകും, പാവപ്പെട്ടവരെ അദ്ദേഹം സഹായിക്കും, ഇങ്ങനെ ധാരാളം മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിക്കുകയാണ്, റസൂലെ, അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ? റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നഹു ലം യഖുൽ യൗമൻ ഖത്തു ഇഗ്ഫിർ ലി ഖതീഅതി യൗമദ്ദീൻ, അദ്ദേഹം ഒരു ദിവസം പോലും അല്ലാഹുവേ എന്റെ പാപങ്ങൾ പൊറുക്കണമേ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല, അഥവാ അദ്ദേഹം അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല, ഈമാനുള്ള വ്യക്തിയായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കുന്നതല്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകളായി അല്ലാഹു പറഞ്ഞതായി കാണാം. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, വഹുവ മുഅ്മിനുൻ,
അവൻ മുഅ്മിനായിക്കൊണ്ട് എന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനായിക്കൊണ്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അത്തരക്കാരുടെ സൽക്കർമ്മങ്ങൾ മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ 50 അതിലധികമോ തവണ വന്ന ആയത്താണ് ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. അല്ലേ? ഈമാനും പിന്നീട് സൽക്കർമ്മവും. അതുകൊണ്ട് ഈമാൻ ഉണ്ടായിരിക്കണം, ശരിയായ അഖീദ ഉണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടാകണം. അതാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള, അതിന് പ്രതിഫലങ്ങൾ ഇരട്ടികളായി ലഭിക്കാനുള്ള അതിൻ്റെ അടിത്തറ അതാണ്. അതില്ലാത്ത ആളുകൾക്ക് അവരുടെ അമലുകൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല. രണ്ടാമതായി വഖുവത്തുൽ ഈമാനി ബില്ലാഹ്, അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസം. നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിലുള്ളതാണ്. ആ ഹൃദയത്തിലുള്ള ഈമാൻ അത് ഏറ്റ വ്യത്യാസമുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ, നമ്മുടെ എല്ലാവരുടെയും ഈമാൻ ഒരുപോലെയല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും നമ്മുടെ ഈമാനും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ഈമാനിൽ ഏറ്റ വ്യത്യാസമുണ്ടാവും. ചിലരുടെ ഈമാൻ അത് ദുർബലമായിരിക്കും, ചിലരുടെ ഈമാൻ അത് ശക്തമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈമാൻ ഒരു പുതുവസ്ത്രം അതെങ്ങനെയാണോ നുരുമ്പിപ്പോകുന്നത് അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാനിന് അതിന് ബലക്ഷയം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈമാൻ ഇടയ്ക്കിടെ പുതുക്കണം. എങ്ങനെയാണ് ഈമാൻ പുതുക്കേണ്ടത്? ആയത്തുകളും ഹദീസുകളും കേൾക്കുക, പഠിക്കുക, ഈ ഇൽമിന്റെ സദസ്സുകളിലേക്ക് വരിക. അങ്ങനെ ഈമാൻ നിങ്ങൾ ഇടയ്ക്കിടെ പുതുക്കേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഹൃദയത്തിലുള്ള ഈമാൻ അത് എല്ലാവരുടെ ഹൃദയത്തിലുള്ള ഈമാനും ഒരുപോലെയല്ല, അതിലേറ്റ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തിലുള്ള ഈമാനിന്റെ തോതനുസരിച്ച് നാം നിർവഹിക്കുന്ന കർമ്മങ്ങൾക്കുള്ള പ്രതിഫലത്തിലും അതിന്റെ പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ അവരെ നരകത്തിൽ നിന്ന് അല്ലാഹു പുറത്തു കൊണ്ടുവരുന്നതാണ്. അവരുടെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം ഈമാനുണ്ട്, അതല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഒരു ധാന്യമണിയോളം ഈമാനുണ്ട്. നോക്കൂ, ഈമാൻ അങ്ങേയറ്റം ദുർബലരായ വളരെ കുറച്ച് മാത്രമാണ് അവരുടെ പക്കലുള്ള ഈമാൻ. എന്നാൽ ഈമാൻ കൊണ്ട് ഹൃദയം നിറഞ്ഞവരുണ്ട്. സഹാബത്തൊക്കെ അങ്ങനെയാണ്, അവരുടെ ഈമാൻ അത് ശക്തമാണ്. അതുകൊണ്ടാണ് നാം മുമ്പ് പറഞ്ഞു, സഹാബത്ത് ഒരു മുദ്ദ് ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പകുതി ചെലവഴിക്കുന്നത് പോലും നമ്മൾ ഒരു ഉഹദ് മലയോളം ചെലവഴിച്ചാൽ എത്തുകയില്ല. കാരണം എന്താണ്? അത് അവരുടെ ഈമാനാണ്. അവരുടെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ കാരണമായിക്കൊണ്ടാണ് അള്ളാഹു അത്രയും പ്രതിഫലങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആനയിക്കുകയാണ്, അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മുലിഅ അമ്മാറുൻ ഈമാനൻ ഇലാ മുശാശിഹി. അമ്മാറിന്റെ ഈമാൻ അദ്ദേഹത്തിന്റെ എല്ലാ അസ്ഥികളിലും, അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ ഈമാൻ നിറഞ്ഞിരിക്കുന്നു. അഥവാ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനുള്ള ഒരു ശ്രേഷ്ഠതയാണ്, അദ്ദേഹത്തിന്റെ എല്ലാ സ്ഥലത്തും ഈമാൻ നിറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഈമാൻ കൊണ്ട് നിറക്കപ്പെട്ടവനാണ് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ അന്തരം, അതിലുള്ള വ്യത്യാസം, അത് നമുക്കുള്ള പ്രതിഫലം നൽകപ്പെടുന്നതിലും അത് കാണുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഒരു ചെറിയ ഉറുമ്പിന്റെ തൂക്കം ഈമാനുള്ള വ്യക്തിയും അതുപോലെ ഹൃദയത്തിൽ ഈമാൻ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെയും അമൽ അതൊരുപോലെയാകുമോ? ഇല്ല, ഒരിക്കലും ഒരുപോലെയാവുകയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിലെ സിദ്ദീഖുൽ ഉമ്മ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഈമാനുമായി തുലനപ്പെടുത്താൻ ഒരാളും തന്നെയില്ല. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം പറയുകയാണ്, കുന്ന ഫീ സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ നഅദിലു ബി അബീ ബക്രിൻ അഹദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തോട് തുലനപ്പെടുത്താവുന്ന ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തോട് ഞങ്ങൾ ഒരാളെയും തുലനപ്പെടുത്താറില്ല. അഥവാ ഈമാനിന്റെ കാര്യത്തിൽ, അദ്ദേഹത്തിന്റെ തഖ്വയുടെ കാര്യത്തിൽ, ഫളലിന്റെ കാര്യത്തിൽ അബൂബക്കറിനോളം തുലനപ്പെടുത്താൻ ഒരാളെയും ഞങ്ങൾ അങ്ങനെ തുലനപ്പെടുത്താറില്ല എന്ന് മഹാന്മാരായ സഹാബികൾ രേഖപ്പെടുത്തുകയാണ്. മഹാനായ അബൂബക്കർ ഇബ്നു അയ്യാഷ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, മാ സബഖഹും അബൂബക്കർ ബികസറത്തി സ്വലാത്തിൻ വലാ സിയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ധാരാളം ഐച്ഛികമായ നോമ്പുകൾ കൊണ്ടോ ഐച്ഛികമായ നമസ്കാരം കൊണ്ടോ ഒന്നുമല്ല നിങ്ങളെക്കാൾ മുന്നിട്ടത്.
വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ രൂഢമൂലമായ ഈമാൻ, അതിന്റെ തൂക്കവും അതിന്റെ ബലവും കാരണമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിങ്ങളെക്കാൾ മുൻകടന്നത് എന്ന് അവിടുന്ന് മഹാനായ അബൂബക്കർ ബിൻ അയ്യാഷ് റഹിമഹുള്ള രേഖപ്പെടുത്തിയതായി കാണാം. അടുത്തതായി ഷെയ്ഖ് പറയുന്നു, അൽ ഈമാനു ബിസിഫാതിഹി, അള്ളാഹുവിന്റെ ഗുണങ്ങളെക്കുറിച്ച്, നാമഗുണ വിശേഷണങ്ങൾ, അതിനെക്കുറിച്ച് അറിയുക, അതിനെക്കുറിച്ച് പഠിക്കുക. അള്ളാഹുവിന്റെ നാമങ്ങൾ, അതിന്റെ അർത്ഥങ്ങൾ അറിയുകയും അത് പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു വ്യക്തിയും എന്നാൽ ഇതൊന്നും പഠിക്കാത്ത ഒരു വ്യക്തിയും, അവർ രണ്ടുപേരുടെയും ഹൃദയത്തിലുള്ള ഈമാനിന്റെ അവസ്ഥ ഒരുപോലെയാകുമോ? ഇല്ല, ഒരിക്കലും ഒരുപോലെയാവുകയില്ല. അള്ളാഹുവെക്കുറിച്ച് അറിയുന്നവൻ, അവന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ മുൻനിർത്തി അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി, അവന്റെ ഈമാൻ അത് അങ്ങേയറ്റം ഉയർന്നതായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളത് അത് നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാനിനെ ബലപ്പെടുത്താൻ, ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് അള്ളാഹുവെക്കുറിച്ച് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ സിഫാത്തുകൾ നാം അറിയുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ കർമ്മങ്ങളെയും അതിനുള്ള പ്രതിഫലങ്ങളെയും അത് സ്വാധീനിക്കുന്നതാണ്, അതിൽ മാറ്റം വരുത്തുന്നതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ സലഫുകൾ അവർ പറയുമായിരുന്നു, മൻ കാന ബില്ലാഹി അഅറഫു കാന ലഹു അഖ്വഫു, അള്ളാഹുവെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ, ഏറ്റവും നന്നായി അറിയുന്നവൻ, അവനാണ് അള്ളാഹുവെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഭയക്കുന്നവൻ എന്ന് സലഫുകൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം, അവന്റെ നാമഗുണവിശേഷണങ്ങളിലുള്ള വിശ്വാസം, ഇതെല്ലാം ഇബാദത്തുകൾ നന്നാക്കുന്നതിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. അള്ളാഹു നമ്മെ വീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ചിന്ത നമ്മിലേക്ക് കടന്നു വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ ഒന്നുകൂടി നന്നാക്കുവാൻ നാം പരിശ്രമിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ അത് സ്വാധീനിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതായി ഷെയ്ഖ് പറയുന്നു, വഖുവ്വതു ഇറാദത്തിൽ അബ്ദ് വറഗ്ബതുഹു ഫിൽ ഖൈർ, ഒരു അടിമ അവൻ നന്മ ചെയ്യാനുള്ള അവന്റെ ഉദ്ദേശം, അവന്റെ ഇച്ഛാശക്തി, അതുപോലെ തന്നെ നന്മയിലുള്ള അവന്റെ താല്പര്യം, ഇത് രണ്ടും, നന്മ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക, അതല്ലെങ്കിൽ നന്മ ചെയ്യാൻ നാം ഉറച്ച തീരുമാനമെടുക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായി കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അസീമത അല റുശ്ദ്, അല്ലാഹുവേ കാര്യങ്ങളിൽ ഉറച്ച ഒരു നിശ്ചയം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഒരു നന്മ ചെയ്യാൻ, നന്മകൾ കേൾക്കും, നന്മയുടെ പ്രതിഫലങ്ങൾ നാം അറിയും, പക്ഷെ അത് ചെയ്യാനുള്ള ഒരു ഉറച്ച തീരുമാനം, അതിനുള്ള ഒരു ഇച്ഛാശക്തി നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അത് പല ആളുകളിലും വ്യത്യാസപ്പെട്ടിരിക്കും. ചില ആളുകൾക്ക് നല്ല ശക്തി, ഇച്ഛാശക്തിയായിരിക്കും, നന്മ ചെയ്യാൻ അവർ ഉറച്ച തീരുമാനത്തിലായിരിക്കും, നന്മയോട് അങ്ങേയറ്റം താല്പര്യമുള്ളവരായിരിക്കും, നന്മയുടെ മാർഗത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ആ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ആ ഹൃദയത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് മാറുന്നതിനനുസരിച്ച്, അതിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് അത് നമ്മുടെ പ്രതിഫലത്തിലും അത് സ്വാധീനം ചെലുത്തുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നന്മ ചെയ്യാനുള്ള നമ്മുടെ ഇച്ഛാശക്തിയും അതുപോലെ അതിലേക്കുള്ള താല്പര്യവും അത് ഇബാദത്തുകൾ നല്ല നിലയിൽ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. അത് നല്ല നിലയിൽ നിർവഹിക്കണം എന്നതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. എന്നിട്ട് ശൈഖ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ഫഇന്ന അഹ്ല സുന്നത്തി വൽ ജമാഅ അൽ മഹ്വ വഅഹ്ല അൽ ഇൽം അൽ കാമിൽ അൽ മുഫസ്സൽ ബിഅസ്മാഇല്ലാഹി വസിഫാതിഹി വഖുവ്വത ലിഖാഇല്ലാഹ്, മൂന്ന് കാര്യങ്ങളാണ് ശൈഖ് റഹിമഹുള്ള പറയുന്നത്. ഒന്നാമത്തേത് അഹ്ലുസുന്ന, സുന്നത്തിന്റെ ആളുകൾ, ബിദ്അത്തിന്റെ കേടുപാടുകൾ, ബിദ്അത്തിന്റെ കറകൾ പുരളാറ്റ സുന്നത്തിന്റെ ആളുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച, വിശദമായി പഠിച്ച ആളുകൾ, ഇൽമുള്ള ആളുകൾ, അതുപോലെ അള്ളാഹുവെ കണ്ടുമുട്ടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആളുകൾ. ഈ മൂന്നാളുകൾക്കും അവർക്കുള്ള അമലുകൾക്കുള്ള പ്രതിഫലങ്ങൾ അത് ഇരട്ടികളായി ലഭിക്കുന്നതാണ്. ഒന്നാമത്തേത് സുന്നത്തിന്റെ ആളുകളാണ്. അവർ അവരുടെ അമലുകൾ ചെയ്യുന്നതെല്ലാം റസൂലിന്റെ സുന്നത്തിനോട് യോജിച്ചുകൊണ്ടാണ്. റസൂലുള്ള പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടുവോ അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ആ മാർഗത്തിലായി ചെയ്യുവാൻ പരിശ്രമിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ടാണ് സഹാബത്ത് പറഞ്ഞതായി കാണാം, അൽ-ഇഖ്തിസാദു ഫിസ്സുന്നതി ഖൈറും മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പരിമിതപ്പെടുത്തുക എന്നതാണ് ധാരാളം ബിദ്അത്തുകൾ ചെയ്യുന്നതിനേക്കാൾ, ബിദ്അത്തിൽ ധാരാളമായി ക്ഷീണിക്കുന്നതിനേക്കാൾ നിനക്കുത്തമമായിട്ടുള്ളത്.
നബി പഠിപ്പിക്കാത്ത നോമ്പെടുത്തുകൊണ്ട് ക്ഷീണിക്കേണ്ടതില്ല. നബി പഠിപ്പിക്കാത്ത ദിക്റുകൾ ചെയ്തുകൊണ്ട് രാത്രി ഉറക്കമൊഴിക്കേണ്ടതില്ല. അതിലല്ല കാര്യം. റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തിൽ അനുഷ്ഠിതമായി അതിൽ പരിമിതപ്പെടുത്തുക, അത് ചെയ്യുക, അതിലാണ് ഖൈറുള്ളത് എന്ന് സഹാബത്ത് ഉണർത്തിയതായിരിക്കണം. അതുകൊണ്ട് സുന്നത്തിന്റെ ആളുകൾ, ബിദ്അത്തിന്റെ കറ പുരളാത്ത ആളുകൾ, അവർക്ക് അവരുടെ അമലുകൾക്ക് അള്ളാഹുവിന്റെ പക്കൽ വമ്പിച്ച പ്രതിഫലമാണ് നൽകപ്പെടുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളും അത് നാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ അത് പഠിച്ചവർ അത് പഠിക്കാത്തവർ അത് രണ്ടും ഒരുപോലെയാവുകയില്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് തീരെ ധാരണയില്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ അതവർക്ക് വിരലിൽ എണ്ണാവുന്ന നാമങ്ങൾ പോലും പലർക്കും അറിയുകയില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. എന്നാൽ ചില ആളുകൾക്ക് അവർക്ക് കുറച്ചൊക്കെ അറിയാം. എന്നാൽ ചില ആളുകൾ അവർ പൂർണ്ണമായും അള്ളാഹുവിന്റെ നാമങ്ങൾ അത് മനഃപ്പാഠമാക്കിയവർ, അതിന്റെ അർത്ഥമറിഞ്ഞവർ, അതനുസരിച്ച് ജീവിച്ചവർ, അവരുടെ ഹൃദയത്തിലുള്ള ഈമാൻ അതൊരിക്കലും നമുക്ക് അളക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് ആരെങ്കിലും 99 നാമങ്ങൾ അത് പഠിക്കുകയാണെങ്കിൽ അവിടുന്ന് പറയുന്നു, മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്താണ് ഇഹ്സാ എന്ന് പറഞ്ഞാൽ? ഹിഫ്ളുഹ, അത് മനഃപ്പാഠമാക്കുക, വഫഹ്മു മആനിഹ, അതിന്റെ അർത്ഥമറിയുക, വൽ അമലു ബിമുഖ്തലാഹ, അതനുസരിച്ച് ജീവിക്കുക. ഇത് മൂന്നും ഒരാൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അതല്ലാതെ അള്ളാഹുവിന്റെ നാമങ്ങൾ അതെഴുതിയ 99 നാമങ്ങൾ എഴുതിയ പേപ്പറുകൾ കീശയിൽ വെച്ചതുകൊണ്ടോ കാറിൽ തൂക്കിയിട്ടതുകൊണ്ടോ വീട്ടിൽ ഒട്ടിച്ചതുകൊണ്ടോ അതല്ല അതിന്റെ ഉദ്ദേശം. ചില ആളുകൾ അത് പാടിപ്പറയുന്നത് കാണാം. അതൊന്നുമല്ല. അത് മനഃപ്പാഠമാക്കുക, അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ താല്പര്യം എന്താണ്, അത് പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ചെയ്താൽ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിലുള്ള ഈമാനും അള്ളാഹുവിന്റെ ഇസ്മുകളും സിഫാത്തുകളും ഒന്നും അറിയാത്തവരുടെ ഈമാനും ഒരുപോലെയായിരിക്കുകയില്ല. അതുകൊണ്ട് ഹൃദയത്തിലുള്ള ആ ഈമാനിന്റെ ഏറ്റ വ്യത്യാസം അതനുസരിച്ച് അവർക്ക് നൽകപ്പെടുന്ന പ്രവർത്തനത്തിലുള്ള പ്രതിഫലത്തിലും ഏറ്റ വ്യത്യാസം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ യൗമുൽ ആഖിർ, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയിൽ പറഞ്ഞതായി കാണാം. ഇത് 2 നിലക്കാണുള്ളത്. ഒന്നാമത്തേത് അത്തസ്ദീഖുൽ ജാസിം അല്ലദീ ലാ റൈബ ഫീഹി ബിവുജൂദി ദാലിക അലാ ഹഖീഖതിഹി, അഥവാ അന്ത്യനാൾ സംഭവിക്കും, അത് സംഭവിക്കാനുള്ളതാണ് എന്ന് വിശ്വസിക്കുക, അതിനെ നിഷേധിക്കുന്നില്ല, അത് ഉറപ്പായും സംഭവിക്കും. ഇത് വിശ്വസിച്ചാൽ മാത്രമാണ് ഒരാളുടെ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ അത് ശരിയാവുകയുള്ളൂ. എന്നാൽ രണ്ടാമതൊരു പദവിയുണ്ട്, അതിനേക്കാൾ മുകളിലുള്ള പദവി. അതെന്താണ്? അത്തസ്ദീഖുർ റാസിഖ് അൽ മുസ്മിറു ലിൽ അമൽ, അഥവാ അന്ത്യനാളിൽ അടിയുറച്ച് വിശ്വസിക്കുക, ദൃഢമായി വിശ്വസിക്കുക. ആ വിശ്വാസം, ആ ദൃഢമായ ബോധ്യം, അന്ത്യനാൾ ഉണ്ട് എന്ന ബോധ്യം അവന്റെ ഓരോ പ്രവർത്തനത്തിലും അവന് കാണാൻ കഴിയുന്നതാണ്. അവനൊരു വാക്ക് പറയുമ്പോൾ, അവനൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അള്ളാഹുവിന്റെ മുൻപിലുള്ള ഹിസാബും അതുപോലെ മഹ്ശറയും, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്ന ബോധ്യം എല്ലാ അവസ്ഥകളിലും അവനിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. ഇതിൽ രണ്ടാളുകളും അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ വ്യക്തി അവനെന്താണ്? ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കണം, അള്ളാഹുവിന്റെ ഹിസാബ് നേരിടണം എന്നുള്ള ചിന്തകൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കും. അവന്റെ ഹൃദയം എപ്പോഴും ഈമാൻ കൊണ്ട് ജീവസുറ്റതാകും. അതുകൊണ്ട് ഇത്തരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ആളുകൾ അവരുടെ ഈമാൻ ഹൃദയത്തിൽ ബലപ്പെടുകയും അത് മുഖേന അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലത്തിൽ അതിന്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇനി ശൈഖ് റഹിമഹുല്ലാ പറയുകയാണ്, ശരിയായ വിശ്വാസവും അതുപോലെ സുന്നത്തിനെ മുറുകെ പിടിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് മാത്രമേ വിജയമുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താണ്? സലഫുകൾ പറഞ്ഞതായി കാണാം, അഹ്ലുസ് സുന്നതി ഇൻ ഖഅദത് ബിഹിം അഅമാലുഹും ഖാമത് ബിഹിം അഖായിദുഹും. അഹ്ലുസുന്നത്തിന്റെ ആളുകൾ, സുന്നത്തിന്റെ വക്താക്കൾ, അവരുടെ പക്കൽ അമലുകൾ കുറവാണെങ്കിലും അഥവാ നിർബന്ധ കാര്യങ്ങൾക്ക് പുറമെ ഐച്ഛികമായുള്ള പ്രവർത്തനങ്ങൾ അവരുടെ പക്കൽ കുറവാണെങ്കിലും അവരുടെ വിശ്വാസം അവരെ നാളെ പരലോകത്ത് രക്ഷിക്കുന്നതാണ്. അവരുടെ വിശ്വാസം അള്ളാഹുവിന്റെ പക്കൽ അവർക്ക് തുണയാകുന്നതാണ്. എന്നാൽ വഅഹ്ലുൽ ബിദ്അ ഇൻ കസറത് ബിഹിം അഅമാലുഹും ഖഅദത് ബിഹിം അഖായിദുഹും, അവരുടെ
പ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ടാകും അവരുടെ പക്കൽ. ബിദ്അത്തിന്റെ കക്ഷികളുടെ അടുക്കൽ ചിലപ്പോൾ ധാരാളം ഇബാദത്തുകൾ, നോമ്പുകൾ, നമസ്കാരങ്ങൾ അതൊക്കെ അവരുടെ പക്കൽ ഉണ്ടാകും. പക്ഷേ അവരുടെ വിശ്വാസം അവർക്കൊരു തടസ്സമായിരിക്കും. നാളെ പരലോകത്ത് അവരുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ അവരുടെ വിശ്വാസം അവർക്കൊരു തടസ്സമായിരിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അവർ ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് അവർ ഏറ്റവും നല്ല ഹക്കിലാണ്, അവർ സത്യത്തിലാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അതെല്ലാം നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു ചിന്നി ചിതറിയ ധൂളികൾ പോലെ യാതൊരു ഉപകാരവുമില്ലാത്തതാക്കി അള്ളാഹു അതിനെ മാറ്റുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇബാദത്തിൽ നിന്ന് നമ്മെ പിറകോട്ട് വലിക്കുവാൻ, നന്മകളിൽ മുന്നേറുന്നതിൽ നിന്ന് നമ്മെ പിറകോട്ട് വലിക്കുവാൻ പിശാച് ഒരുക്കുന്ന ഒരു കെണിയുണ്ട്. എന്താണ് ആ കെണി? പിശാച് പറയും, നീ ശിർക്കിൽ അകപ്പെട്ടിട്ടില്ല, നീ കുഫ്റിൽ അകപ്പെട്ടിട്ടില്ല, നീ ബിദ്അത്തിൽ അകപ്പെട്ടിട്ടില്ല, നീ അൻത സാഹിബു സുന്നത്തിൻ, നീ സുന്നത്തിന്റെ ആളാണ്, നിന്റെ വിശ്വാസം ശരിയാണ്, നിനക്ക് ശിർക്ക് സംഭവിച്ചിട്ടില്ല, നിനക്ക് ബിദ്അത്തുകൾ നിന്നിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് നമ്മുടെ അടുക്കലേക്ക് വരും. അങ്ങനെ നമ്മൾ ഇബാദത്തിൽ നിന്ന് നമ്മുടെ ഉന്മേഷമൊക്കെ ചോർന്നു പോകും. നമ്മൾ വിചാരിക്കും നമ്മുടെ ഇബാദത്തുകൾ കുറഞ്ഞാലും നമ്മുടെ വിശ്വാസം നമ്മെ രക്ഷപ്പെടുത്തുമെന്ന ധാരണയിൽ നമ്മൾ ഇബാദത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അവസ്ഥ. അത്തരത്തിലുള്ള മന്ത്രങ്ങൾ, ദുർമന്ത്രങ്ങൾ, പിശാച് അത്തരത്തിലുള്ള മന്ത്രവുമായി നമ്മുടെ അടുക്കലേക്ക് വരും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ നന്മയിൽ നിന്ന് പിറകോട്ട് പോയി, പിന്നോട്ട് പോയി അതുപോലെ വാജിബായ കർമ്മങ്ങൾ ഒഴിവാക്കി അതുപോലെ തിന്മകൾ ചെയ്യും. അപ്പോഴും നമ്മുടെ മനസ്സിൽ മന്ത്രിക്കുന്നത് എന്താണ്? ഞാൻ തൗഹീദുള്ളവനാണ്, ഞാൻ സുന്നത്തിന്റെ വക്താവാണ്, അതുകൊണ്ട് എൻ്റെ അഖീദ അതെന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള ധാരണയിൽ നടക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പിശാചിന്റെ ആ ദുർമന്ത്രത്തിൽ, ആ കെണിയിൽ നാം പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സുന്നത്തിന്റെയും ശരിയായ അഖീദയിലുള്ള ആളുകൾ അവരുടെ അമലുകൾക്ക് അല്ലാഹുവിന്റെ പക്കൽ ധാരാളം പ്രതിഫലങ്ങൾ നൽകപ്പെടും. അതിനുള്ള കാരണം എന്താണ്? അന്ന അഹ്ല സുന്നതി മുഹ്തദൂൻ. അഹ്ലു സുന്ന എന്ന് പറയുന്നത് സുന്നത്തിന്റെ വക്താക്കൾ, അവർ നേർമാർഗത്തിലുള്ളവരാണ്, സിറാത്തുൽ മുസ്തഖീമിലാണ് അവർ നിലകൊള്ളുന്നത്. വ അഹ്ലുൽ ബിദ്അ അല്ലാലൂൻ, ബിദ്അത്തിന്റെ ആളുകൾ അവർ വഴിപിഴച്ചവരാണ്. ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റിയ ആളുകളാണ് അവർ. അല്ലേ, പകലന്തിയോളം ഇബാദത്തിലായി ദിക്റിലായി പരിശ്രമിക്കുന്ന ആളുകളെ നാം കാണാറുണ്ട്. പക്ഷേ അവർ ചെല്ലുന്ന ദിക്റുകൾ, അവർ ചെയ്യുന്ന ഇബാദത്തുകൾ അതൊന്നും റസൂലിന്റെ മാതൃകയില്ലാത്തതാണ്, റസൂൽ പഠിപ്പിക്കാത്തതാണ്. അത്തരത്തിലുള്ള ഇബാദത്തുകളുമായി മുന്നേറുന്ന ആളുകൾ അതവർക്ക് യാതൊരു നേട്ടവും അള്ളാഹുവിന്റെ പക്കൽ സമ്മാനിക്കുകയില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ ഇബാദത്തുകളിൽ, ബിദ്അത്തുകളിൽ മുന്നേറുന്ന ആളുകളിൽ അവരോട് നാം ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി എന്താണ്? വല്ലാഹി മാ അറദ്നാ ഇല്ലൽ ഖൈർ, നമ്മൾ ഖൈർ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞങ്ങൾ ദിക്ർ ചെല്ലുന്നതിലൂടെ, നിസ്കരിക്കുന്നതിലൂടെ, നോമ്പെടുക്കുന്നതിലൂടെ ഞങ്ങൾ ഖൈർ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് ബിദ്അത്തിന്റെ ആളുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരോടുള്ള മറുപടിയായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അദ്ദേഹം പറയുന്നു, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു, നന്മ ഉദ്ദേശിക്കുന്ന, നന്മ ആഗ്രഹിക്കുന്ന എത്ര ആളുകൾക്കാണ് ആ നന്മ ലഭിക്കാതെ പോകുന്നത്. നന്മ ഉദ്ദേശിച്ചു എന്നതുകൊണ്ട് നിനക്ക് നന്മ ലഭിക്കണമെന്നില്ല. റസൂലിന്റെ സുന്നത്ത് വലിച്ചെറിഞ്ഞവന് അവരെങ്ങനെയാണ് നന്മ ലഭിക്കുക? റസൂലിന്റെ സുന്നത്തിൽ നിന്ന് വിട്ടുപോയവന് അവരെങ്ങനെയാണ് ഖൈർ ലഭിക്കുക? അതുകൊണ്ട് റസൂലിന്റെ സുന്നത്തിനോട് യോജിക്കുക, അതിൽ പരിമിതപ്പെടുത്തുക എന്നതിലാണ് വിജയവും നന്മയും ഖൈറുമുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നേരായ പാതയിലൂടെ സഞ്ചരിക്കുക, നരകത്തിന്റെ മാർഗത്തിലേക്ക് വ്യതിചലിച്ചു പോകാൻ പാടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമായി, അതുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ നേരായ മാർഗത്തിൽ നാം അടിയുറച്ച് നിൽക്കുക, അതിൽ നിന്ന് തെറ്റിക്കുന്ന ബിദ്അത്തിന്റെ മാർഗത്തിലേക്ക് നാം തെറ്റിപ്പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.